വചനലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഓർമ്മയുടെ ഭാഗമായി ഉപവാസവും നോമ്പും കാലഘട്ടങ്ങളും പ്രാർത്ഥനയുമായി ചെലവഴിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട ദിനങ്ങൾ നമുക്ക് വചനത്തിലൂടെ കാണാൻ കഴിയും. തന്റെ ശിഷ്യന്മാർക്ക് 3 തവണയായി യേശു പ്രത്യക്ഷപ്പെടുകയാണ്. 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനാകുകയാണ്. തന്നെ ക്രൂശ് മരണത്തിന് ശേഷം യേശു 40 ദിവസത്തോളം ഈ ഭൂമിയിൽ ചെലവഴിക്കുകയാണ്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ 11 ശിഷ്യന്മാർ യേശു ശിഷ്യന്മാരെ വിട്ടകന്നു പോയി. ആ 3.5 വർഷക്കാലം അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. അവർക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. കാരണം ഏറ്റവും വലിയ ഗുരു, ഏറ്റവും വലിയ നാഥൻ അവരോടൊപ്പമുള്ളത് അവരുടെ ജീവിതത്തിൽ വലിയ ധൈര്യമായിരുന്നു. യേശു ശിഷ്യന്മാരുടെ കൂടെ ഉള്ളപ്പോൾ പ്രത്യേക ധൈര്യവും തൻ്റെയിടും. പത്രോസിന് പ്രത്യേകിച്ച് ഭയങ്കര തൻ്റെയിടമായിരുന്നു ഓരോ കാര്യങ്ങളും. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. എന്നാൽ ക്രൂശ് മരണത്തിന് ശേഷം ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഭയങ്കര നിരാശയുണ്ടായി. അവര് സ്നേഹിച്ചതായ അവരുടെ പ്രിയപ്പെട്ട ഗുരു അവരെ വിട്ടുപോയത് അവരുടെ ജീവിതത്തിൽ വളരെയധികം വേദനയായി. പത്രോസ് തൻ്റെ കൂടെയുള്ള സഹശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുക, എനിക്ക് ജീവിതം ഒരു ബോറായി തുടങ്ങി, ഞാൻ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കൂടെയുള്ള മറ്റ് 6 ശിഷ്യന്മാർ പറയുകയാണ്, എന്നാൽ ഞങ്ങൾ നിന്റെ കൂടെ പോരുകയാന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനോടൊപ്പം ആ മറ്റ് 6 ശിഷ്യന്മാരും കൂടി അവര് വല വീശുവാനായി പോയി. രാത്രി മുഴുവനും അവര് വല വീശി. നേരം വെളുത്തപ്പോൾ അവര് പടക് തീരത്തോട് അടുപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. തിബരിയാസ് കരയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. അവരും വലവീശി വലിയൊരു പടക് 153 വലിയ മീൻ നിറഞ്ഞ ഒരു പടകുമായി അവർ കരയ്ക്ക് വന്നു. ആ സമയം നന്നേ നേരം വെളുത്തു. അവിടെ നിന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടുവാൻ ഉണ്ടോ? അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്. എന്നാൽ നിങ്ങൾ പിടിച്ച മീനിൽ കൊണ്ടുവരിക, എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യേശു തൊട്ടടുക്ക ഇവരുടെ അടുക്കൽ ചെന്നപ്പോൾ ആദ്യം ഈ കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടുവാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വരം അവർക്ക് മനസ്സിലായില്ല. അത് യേശുവാണെന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല അവര്. എന്നാൽ പിന്നീട് അവർ യേശുവാണെന്ന് അവര് മനസ്സിലാക്കി. ഞങ്ങൾ സ്നേഹിച്ച ഞങ്ങളുടെ നാഥനാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. യേശു ആ സമയം ഇവര് പടക് തീരത്തോട് അടുപ്പിച്ചു. അവരടുത്ത് വന്നപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ള നല്ല തീക്കനലിൽ നല്ല അടയും മീനുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനാകുന്നത്. ഇവിടെ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭം, സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബനാഥന്മാർ, നമ്മളെ നയിച്ചവർ, നമുക്ക് ഉപജീവന മാർഗത്തിന് വഴി കാണിച്ചു തരുന്നവർ, നമ്മളെ പോറ്റി പുലർത്തുന്നവർ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ വിട്ടുപോകുമ്പോൾ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിരാശ വന്ന് കയറിക്കൂടാറില്ലേ? നമുക്കിനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം ഒരു ബ്ലാങ്കായി നമുക്ക് തോന്നുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? ഒരു ചോദ്യം, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, ഇനി മുന്നോട്ട് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയായി തീരും എന്ന് നമ്മൾ ഭാരപ്പെടാറില്ലേ? നമ്മൾക്ക് ചെലവിന് തരുന്ന, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് നല്ല ഉപദേശം തരുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നല്ല ഉപദേശം തന്ന് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന പലരും, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജീവിത പങ്കാളികൾ ഒരുപക്ഷെ നമ്മളെ വിട്ടകന്നു പോകുമ്പോൾ, വേർപാടിലൂടെയോ മറ്റെങ്ങനെയും നമ്മളെ വിട്ടകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ ശൂന്യത, ഒരു നിരാശ കയറിക്കൂടാറില്ലേ? അത് തന്നെയാണ് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും അവർക്ക് കിട്ടിയില്ല. എന്നാൽ യേശു ആ ശൂന്യമായ പത്രോസിന്റെ പടകിലേക്ക് കയറി. യേശു പറഞ്ഞ വാക്കിനനുസരിച്ച് വലയിറക്കി. ആ വാക്കനുസരിച്ച് വലയിറക്കിയപ്പോൾ വലിയൊരു പെരുത്ത മീൻകൂട്ടം തന്നെ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് അവർക്ക് അതിനുശേഷം യേശു
നിങ്ങൾ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പത്രോസിനോട് പറയുകയാണ്. പത്രോസിനെ യേശുവിനോടൊപ്പം കൂട്ടുകയാണ്, ശിഷ്യഗണത്തിലേക്ക് കൂട്ടുകയാണ്, തന്നോടൊപ്പം ചേർക്കുകയാണ്. അങ്ങനെ 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം നടന്നതായ പത്രോസ് യേശു തന്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോയപ്പോൾ, ക്രൂശ് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയപ്പോൾ പത്രോസിന് നിരാശ കയറി, കൂടെയുള്ളവർക്ക് നിരാശ കയറി. പത്രോസ് മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ഒറ്റൊരുത്തന് പോലും നല്ലൊരു ഉപദേശം കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. വിഷമിക്കാതെ, നമ്മുടെ നാഥൻ നമ്മളെ എന്തോ പഠിപ്പിച്ചത്, 3.5 വർഷം കൊണ്ട് നമ്മൾ എന്താണ് പഠിച്ചെടുത്തത് എന്നൊന്നൊരു വാക്കുകൊണ്ടുപോലും ആശ്വസിപ്പിക്കാൻ അവർക്ക് പോലും കഴിയാതായിപ്പോയി. അവരും ബലഹീനപ്പെട്ടു. ടോട്ടൽ എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന 7 പേരും നിരാശിതരായി, ജീവിതത്തിൽ പകച്ചു നിൽക്കുക. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ, ഇനി എന്തായി തീരുമെന്നറിയാത്ത പകച്ചൊരവസ്ഥ, നിരാശിതരായി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു അവർക്ക് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷമാകുന്നത്. അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം നന്നായി രാവിലെ കർത്താവ് അവർക്ക് ഒരുക്കി വെച്ചിട്ട് അവരെ വിളിക്കുകയാണ്. യേശു ആണെന്നവര് പിന്നീട് അവര് മനസ്സിലാക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശ കയറിക്കൂടുന്ന സന്ദർഭങ്ങൾ. ഇനിയും ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ ഇനി എങ്ങനെയാണ്, ഞങ്ങളെ സ്നേഹിച്ചവർ വിട്ടു കടന്നു പോയല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഈ വ്യക്തി എന്നെ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്കൊരാശ്രയമായ വ്യക്തികൾ നിങ്ങളെ വിട്ടകന്നു പോയതിന്റെ സങ്കടത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളതും നിങ്ങളെ ആശ്വസിപ്പിക്കുവാനുമുള്ളതും, സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു ക്രൂശ് മരണത്തിന് ശേഷം താൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ താൻ സ്നേഹിച്ചതായ തന്റെ ശിഷ്യന്മാർക്കും മറ്റു പലർക്കും യേശു പ്രത്യക്ഷനായി. അവരോടൊപ്പം സംസാരിച്ചു, അവരോടൊപ്പം ചേർന്ന് നടന്നു, അവരുടെ സംശയങ്ങൾ നീക്കിക്കൊടുത്തു. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പത്രോസ് പഴയ അനുഭവത്തിലേക്ക് വലയിറക്കാൻ കടന്നുപോയി നിരാശ കയറിയിട്ട്. എന്നാൽ യേശു അവരുടെ അടുക്കിലേക്ക് വന്നിട്ട് വീണ്ടും, നിങ്ങൾ ബലപ്പെടുക, ധൈര്യപ്പെടുക, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ മരിച്ചു കിടക്കുന്നില്ല, ഞാൻ മരിച്ചു പോയി എന്ന് നിങ്ങൾ കരുതെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ ജീവനുള്ള ദൈവമായി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തി അവരെ ബലപ്പെടുത്തുകയാണ്. വീണ്ടും അവരെ വിളിച്ചിറക്കി അതേ അവസ്ഥയിലേക്ക് ധൈര്യം കൊടുത്ത കുഞ്ഞാടുകളെ മേയ്ക്കുവാനുള്ള ധൈര്യം പകർന്ന് അവരെ വീണ്ടും കർത്താവിൻ്റെ ആ വേലയിലേക്ക് അവരെ ശക്തമായി ഇറങ്ങത്തക്ക രീതിയിൽ ബലം പകർന്ന്, ആശ്വാസം പകർന്ന് കർത്താവ് അവരെ ബലപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ആശ്രയമായിരുന്നവർ നമ്മളെ വിട്ടകന്നു പോകുമ്പോൾ ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഇനി എൻ്റെ കുടുംബകാര്യം എങ്ങനെയാണ്, ഇനി എൻ്റെ അവസ്ഥകൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് പകച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ആശ്രയമായിരുന്നവർ നമ്മളെ വിട്ടകന്നു പോയെന്നിരിക്കാം, വേർപെട്ടു പോയെന്നിരിക്കാം, എന്നാൽ കർത്താവായ യേശു നമുക്ക് കൂടെ ഉണ്ട്, ധൈര്യം പകരുവാൻ, ബലം പകരുവാൻ, ആശ്വസിപ്പിക്കുവാൻ, എന്നെയും നിങ്ങളെയും പോറ്റി പുലർത്തുവാൻ, എന്നെയും നിങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ, എനിക്ക് നിങ്ങൾക്കും വേണ്ടത് കരുതുവാൻ, തക്ക സമയത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടത് കരുതുവാൻ കർത്താവായ യേശു ഉണ്ട്. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ വിട്ടകന്നു പോയെന്നിരിക്കാം, എന്നാൽ സ്തോത്രം, ഒരിക്കലും അകലാതെ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു നാഥനുണ്ട്, അത് നമ്മുടെ യേശുവാണ്. ആ യേശുവിനെ ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടതയുടെ ആയിക്കോട്ടെ, ഇന്ന് നിങ്ങൾക്ക് ചെലവിന് തരാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം, നിങ്ങൾക്ക് ആശ്രയം ആയിട്ട് ഉണ്ട് എന്ന് കരുതിയവർ നിങ്ങളെ വിട്ട് അകന്നു പോയെന്നിരിക്കാം, എന്നാൽ കർത്താവായ യേശു ഉണ്ട് എന്നൊന്ന് വിശ്വസിക്കാമോ? എന്നെ നയിക്കുവാൻ, എന്നെ പുലർത്തുവാൻ, എനിക്കിന്ന് വേണ്ട നാളുകളിലേക്കുള്ളത് കരുതുവാൻ യേശു ഉണ്ടെന്നൊന്ന് വിശ്വസിക്കാമോ? ആ യേശു എന്നെ നയിക്കുമെന്ന് വിശ്വസിക്കാമോ? ആ യേശു എൻ്റെ ഉപജീവനത്തിനുള്ള വഴികൾ തുറന്നു തരുമെന്ന് വിശ്വസിക്കാമോ? എൻ്റെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളത് കരുതുമെന്ന് വിശ്വസിക്കാമോ? എൻ്റെ ഭാവിയെ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കാമോ? എനിക്ക് നല്ലൊരു ശുഭഭാവി എൻ്റെ യേശു വെച്ചിട്ടുണ്ട് എന്നൊന്ന് വിശ്വസിക്കാമോ? വിശ്വസിച്ച് ആ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? എങ്കിൽ
ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവും. കർത്താവ് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ പോകുക. നിങ്ങൾക്ക് പുതുവഴി കർത്താവ് തുറന്നു തരാൻ പോകുക. നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ഓർത്ത് പകച്ചു നിൽക്കുന്നു, നിരാശപ്പെട്ട് നിൽക്കുന്നു, അവിടം തൊട്ട് നിങ്ങൾ ഇന്ന് ആരംഭിക്കാൻ പോവുക. എങ്ങനെയാണ്? യേശുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ, യേശുവിനെ കർത്താവായി നാഥനായി സ്വീകരിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ആ നാഥൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കരുതി തരും. കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുക, ചേർത്ത് പിടിക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി, മുന്നോട്ടുള്ള ഓരോ പടികളും തരണം ചെയ്യുവാൻ കർത്താവ് കൂടെയുണ്ട്. വഴികൾ കർത്താവ് കാണിച്ചു തരും. ആ കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഒരുക്കമുള്ളവരായി തീരുക.